Our next chapter is about waves. BSc സെക്കൻഡ് സെമസ്റ്ററിനുള്ള മെക്കാനിക്സ് പേപ്പറിലെ ഒരു ചാപ്റ്റർ ആണിത്. അതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെയുള്ള റെഫറൻസ് ടെക്സ്റ്റ് പറയുന്നത് വൈബ്രേഷൻസ് ആൻഡ് വേവ്സ് ബൈ AP ഫ്രഞ്ച്. ഇതാണ് റെഫറൻസ് ടെക്സ്റ്റ്. അപ്പോൾ അതിൽ തന്നെ ചാപ്റ്റർ 7 പ്രോഗ്രസീവ് വേവ്സ് എന്നുള്ള ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ഹാവ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദിസ് ടോപ്പിക്. അപ്പോൾ ഈ ആദ്യത്തെ സെഷനിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ വേവ്സ് എന്നുള്ളതിനെ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ വേവ്സ് ജനറലി ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ഇതിൽ ഇത്തരം കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഫെമിലിയാരിറ്റി നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വേവ്? അത് വേവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡു വി ഹാവ് എൻ ഡെഫിനിഷൻ ഫോർ ദാറ്റ്? അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാത്തരം വേവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ എഴുതുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ കേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ സിംപ്ലസ്റ്റ് കേസ്. എ വേവ് ഇസ് ഡിസ്റ്റർബൻസ് ഓഫ് എ കണ്ടിന്യൂസ് മീഡിയം that propagates with a fixed shape at constant velocity. അത് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മീഡിയത്തിലുള്ള ഡിസ്റ്റർബൻസസ് ആണ്. ഓക്കെ, ഉദാഹരണത്തിന് വാട്ടർ സർഫസിലുള്ള ഡിസ്റ്റർബൻസസ് നമുക്കറിയാം, റിപ്പിൾസ്, ഓളങ്ങൾ. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ വേവ്സ്. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് മീഡിയം ആണ്. സോ വേവ് ഈസ് എ ഡിസ്റ്റർബൻസ് ഓഫ് എ കണ്ടിന്യൂസ് മീഡിയം എന്ന് മാത്രമല്ല, ദിസ് ഡിസ്റ്റർബൻസ് ആക്ച്വലി propagates from one point to another. Alright, വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇറ്റ് propagates in such a way that the shape does not change and it moves at a constant velocity. Okay, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യത്തെ നമുക്ക് ഒരു വേവ് എന്ന് വിളിക്കാം. ഓക്കെ, ഉടനെ ചോദ്യം വരാം, ഇങ്ങനെ അല്ലാതെയുള്ള വേവ്സ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. സോ വി ഹാവ് ടു ആഡ് ക്വാളിഫയേഴ്സ്. അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. സോ ദ സൈസ് ഓഫ് ദ വേവ് വിൽ ചേഞ്ച്. അതായത് ഡിസ്റ്റർബൻസസിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് സൈസ് മൂവ് ചെയ്യും. ഡിസ്പേഴ്സീവ് മീഡിയം ആണെങ്കിൽ ഡിഫറെന്റ് ഫ്രീക്വൻസീസ് വിൽ ട്രാവൽ അറ്റ് ഡിഫറെന്റ് സ്പീഡ്സ്. ഓക്കെ, അതുപോലെ വേവ് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയാം, അതിന്റെ ഡിസ്റ്റർബൻസസിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയാം. അതുപോലെ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്ന വേവ്സ് ഉണ്ട്. അത് പ്രോപ്പഗേറ്റ് ചെയ്യുന്നേ ഇല്ല. ദേ ഡോണ്ട് പ്രോപ്പഗേറ്റ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, ദേ ഡോണ്ട് പ്രോപ്പഗേറ്റ് അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഈ പറഞ്ഞ ഡെഫിനേഷൻ എല്ലാ തരം വേവ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദിസ് ഇസ് ജസ്റ്റ് എ സിമ്പിൾ ഡെഫിനേഷൻ, ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ കേസ്. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ആദ്യം ഈ സിമ്പിൾ ആയിട്ടുള്ള കേസിനെ എങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ എഫക്ട്സ് ഒക്കെ പിന്നീട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫിസിക്സിൽ നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കേസ് ആദ്യം എടുക്കും. അത് കഴിഞ്ഞ് ബാക്കി എഫക്ട്സ് ഒക്കെ പതുക്കെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ദിസ് ടെക്നിക് വർക്ക്സ്. സോ ടു സ്റ്റാർട്ട്, we'll have this definition for a wave. A wave is a disturbance of a continuous medium that propagates with a fixed shape at a constant velocity. Okay, നമ്മുടെ ഈ ഡെഫിനേഷനുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേവ് ആണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ there is a fixed shape here. Okay, there is some fixed shape which moves with the speed v. Okay, അപ്പോൾ ഈ ഷേപ്പ് ഈ മീഡിയത്തിലൂടെ മൂവ് ചെയ്തു. Okay, it has moved and the shape has been retained. ഷേപ്പിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇവിടെ പ്രോപ്പഗേഷന്റെ ഡയറക്ഷൻ നമ്മൾ z ഡയറക്ഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് x, y or z ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ z ഡയറക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വേവ് ഫോമിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വി നീഡ് എ ഫംഗ്ഷൻ f of z, t. f of z, t എന്താ പറഞ്ഞു തരുന്നത്? ദിസ് ഗിവ്സ് us the displacement of the medium at a point z at a time t. ഓക്കെ, അതായത് വേവ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ട്രിങ്ങിലുള്ള വേവ് ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിലുള്ള വേവ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ z എന്നുള്ള പോയിന്റിൽ t എന്നുള്ള സമയത്ത് ഈ മീഡിയത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളമാണ് എന്നാണ് ഈ ഫംഗ്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വേണം. കാരണം വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മീഡിയത്തിലുള്ള ഡിസ്റ്റർബൻസസ് ആണ്. ഓക്കെ, മീഡിയത്തിലുള്ള ഡിസ്റ്റർബൻസസ് ആണ്. അപ്പോൾ നമ്മൾ 1 ഡയമെൻഷണൽ മീഡിയം ആണ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഈ 1 ഡയമെൻഷണൽ മീഡിയം ആണ് എടുക്കുന്നതെങ്കിൽ ഈ സ്പേസ് കോർഡിനേറ്റ് നമുക്ക് z എന്ന് വിളിക്കാം.
ഓക്കെ, അപ്പോൾ ഈ മീഡിയത്തിൽ ഓരോ പോയിന്റിലും എത്രത്തോളാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് അറിയണം. ഓക്കെ, പക്ഷേ ഓരോ പോയിന്റിലുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം, ദ വേവ് ഇസ് മൂവിങ്. അപ്പോൾ നമുക്ക് ഈ വേവിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടത് ഒരു ഫംഗ്ഷനാണ്. വി നീഡ് എ ഫംഗ്ഷൻ ഓഫ് z ആൻഡ് t, റൈറ്റ്, ഓർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം which gives us the displacement of the medium for a fixed point in space at a fixed time. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഉള്ള ഒരു വേവ് ആകണമെങ്കിൽ ഈ എഫ് ഓഫ് സെഡ് കൊമ ടി ഏത് ഫോമിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഹൗ വുഡ് യു റെപ്രസെന്റ് സച്ച് എൻ ഒബ്ജക്ട് മാത്തമാറ്റിക്കലി? ഈ ചിത്രത്തിലുള്ള രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Okay, so in the picture we have the wave at two different times, once at t equal to 0 and again at some later time t. Okay, but t equal to 0 എന്നുള്ള സമയത്ത് സ്ട്രിങ്ങിന്റെ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ എഫ് ഓഫ് സെഡ് കൊമ 0, റൈറ്റ്? സ്ട്രിങ്ങിലുള്ള വേവ് ആണെങ്കിൽ, റൈറ്റ്, അല്ലെങ്കിൽ ഇൻ ജനറൽ ഒരു മീഡിയത്തിന്റെ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ എഫ് ഓഫ് സെഡ് കൊമ 0 പറഞ്ഞു തരുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ടേക്കിംഗ് എ സ്നാപ്ഷോട്ട്. ഇപ്പോൾ വാട്ടർ സർഫസിലൂടെയുള്ള റിപ്പിൾസ് ആണെന്ന് കരുതുക, അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുക്കുകയാണ്, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്, റൈറ്റ്? അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിലും, ഈ വാട്ടർ സർഫസിന്റെ ഓരോ പോയിന്റിലും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളമാണ്, ഓരോ പോയിന്റിൽ എത്രത്തോളമാണ് എന്ന് പറഞ്ഞു തരുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് സെഡ് കൊമ 0, റൈറ്റ്? ദിസ് ഇസ് ദ സ്നാപ്ഷോട്ട് അറ്റ് ടി ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഈ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിന് മാറ്റങ്ങൾ ഉണ്ടാവും, റൈറ്റ്? അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എഫ് ഓഫ് സെഡ് കൊമ ടി. റൈറ്റ്, സോ ക്ലിയർലി at each point on the waveform, each point on the waveform simply shifts to the right by an amount vt, where v is the velocity. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഷേപ്പ് ചേഞ്ച് ചെയ്യാതെ പ്രോപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവ് ആണെങ്കിൽ, ഈ വേവ് ഫോമിലുള്ള ഓരോ പോയിന്റും, അതായത് t equal to 0 എന്നുള്ള സമയത്തുള്ള വേവ് ഫോം ഉണ്ട്, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് സെഡ് കൊമ 0. ഓക്കെ, ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ഫോമിലുള്ള ഓരോ പോയിന്റും ടി എന്നുള്ള സമയം കൊണ്ട് കൃത്യം സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഈ പോയിന്റ് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസും ഈ പോയിന്റ് ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസും എല്ലാം സെയിം ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇതിന്റെ ഫോം ചേഞ്ച് ചെയ്യും, ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കോൺസ്റ്റന്റ് സ്പീഡ് v എന്നുള്ള കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടി എന്നുള്ള സമയം കൊണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് t equal to 0 എന്നുള്ള സമയത്താണ്. Okay, so at a later time t, or after an interval t, it will have moved by a distance vt. അതായത് ഈ വേവ് ഫോമിലുള്ള ഓരോ പോയിന്റും vt എന്നുള്ള ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ഇങ്ങനെ അല്ലെങ്കിൽ ഓരോ പോയിന്റും വേറെ വേറെ vt എന്നുള്ള കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് അല്ല, വേറെ വേറെ ഡിസ്റ്റൻസസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈച്ച് പോയിന്റ് ഓൺ ദ വേവ് ഫോം ഹാസ് ടു ഷിഫ്റ്റ് ടു ദ റൈറ്റ് ബൈ an amount vt, where v is the wave velocity. Okay, I think this is clear. For example, we can consider the wave that is generated by shaking one end of a taut string. അതായത് ടൈറ്റ് ആയിട്ട് ഒരറ്റം ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് എടുക്കുക, റൈറ്റ്? ഇതിന്റെ ഒരറ്റം, ഒരു എൻഡ് ഷേക്ക് ചെയ്യുക, ജസ്റ്റ് ഗിവ് an up and down motion to one end. Okay, അങ്ങനെ നിങ്ങൾ പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. And then you will see that there is something like a pulse or a waveform which travels along the string. Okay, f of z, t എന്ന് പറയുന്ന f of z, t എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് പറഞ്ഞു തരുന്നത്? ഓക്കെ, ഇതാണ് z. ഈ സ്ട്രിങ്ങിലുള്ള ഓരോ പോയിന്റുമാണ് z എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എത്രത്തോളം സ്ട്രിങ് ഡിസ്പ്ലേസ്ഡ് ആകുന്നു എന്നുള്ളതാണ് ഈ f of z, t നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഓൾറൈറ്റ്, ഓക്കെ, ഉദാഹരണത്തിന് we can think of the initial shape of the string. അപ്പോൾ ഇനീഷ്യൽ ഷേപ്പ് ഓഫ് ദ സ്ട്രിങ് കിട്ടണമെങ്കിൽ എഫ് ഓഫ് സെഡ് കൊമ 0 എടുത്താൽ മതി, റൈറ്റ്? വാട്ട്സ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഈച്ച് പോയിന്റ് ഓൺ ദ സ്ട്രിങ് അറ്റ് എ ടൈം ടി ഈക്വൽ ടു 0. അതായത് ഈ സ്ട്രിങ്ങിൽ, എൻറ്റയർ സ്ട്രിങ്ങിൽ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളം ആണെന്ന് പറഞ്ഞു തരണം. ഓക്കെ, ദിസ് വുഡ് ബി ദ ഇനീഷ്യൽ ഷേപ്പ് ഓഫ് ദ സ്ട്രിങ്. ഈ എഫ് ഓഫ് സെഡ് കൊമ 0 എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിന്റെ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് പറഞ്ഞു തരുന്നത്. ഈ ഫോമിനെ, ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോമിനെ നമുക്ക് ജി ഓഫ് സെഡ് എന്ന് എഴുതാം, ഓൾറൈറ്റ്? കാരണം ടി നമ്മൾ 0 ഫിക്സ് ചെയ്തു. ഓക്കെ, അതായത് ഒരു സ്നാപ്ഷോട്ട്, വി ആർ ലുക്കിംഗ് അറ്റ് ദ സ്നാപ്ഷോട്ട് ഓഫ് ദ വേവ്. ഇതിലൂടെ ഒരു വേവ് ട്രാവൽ ചെയ്തു പോകുന്നുണ്ട്, വി ആർ ലുക്കിംഗ് അറ്റ് എ സ്നാപ്ഷോട്ട് ഓഫ് ഇറ്റ്, അതിന്റെ ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ, അപ്പോൾ ഇത്
ഇതാണ് എഫ് ഓഫ് സെഡ് കൊമ സീറോ. ഈ എഫ് ഓഫ് സെഡ് കൊമ സീറോ എന്ന് പറയുമ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എവറി പോയിന്റ് ഇൻ ദ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിലുള്ള ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വേണം. ഓക്കെ, ഈ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് തരുന്ന ഫംഗ്ഷനെ നമുക്ക് ജി ഓഫ് സെഡ് എന്ന് എഴുതാം. ഓക്കെ, ജി ഓഫ് സെഡ് എന്താണ്? ഇറ്റ് ഗിവ്സ് us the initial shape of the string, initial form of the string. അപ്പോൾ ജി ഓഫ് സെഡ് എന്നുള്ളതാണ് ഇനീഷ്യൽ ഷേപ്പ് എങ്കിൽ what is the subsequent form f of z comma t? Can we say anything about the subsequent form അല്ലെങ്കിൽ the shape of the string at a later time t? Okay, ഇതാണ് ചോദ്യം. Alright, so now we have got the waveform on the string at a time t equal to 0. ഇതിനെ നമ്മൾ f of z comma 0 is equal to g of z എന്ന് എഴുതി. അതായത് ടി ഈക്വൽ ടു 0 എന്നുള്ള സമയത്ത് നമ്മൾ സ്ട്രിങ്ങിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രത്തോളമാണ് എന്ന് പറഞ്ഞു തരുന്ന ഫംഗ്ഷനാണ് ജി ഓഫ് സെഡ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, വാട്ട്സ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ പോയിന്റ് സെഡ് അറ്റ് ദ ലേറ്റർ ടൈം ടി? ഇത് ടി ഈക്വൽ ടു 0-ലുള്ള സ്നാപ്ഷോട്ടിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ജി ഓഫ് സെഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് സെഡ് അറ്റ് ദ ലേറ്റർ ടൈം ടി? ഇതാണ് ചോദ്യം. ഇനി നമ്മൾ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. ഡിസ്റ്റർബൻസ് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന കോൺസ്റ്റന്റ് സ്പീഡിലാണ് എന്ന് മാത്രമല്ല ഈ ഡിസ്റ്റർബൻസസിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല, വേവിന്റെ ഫോം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ചിത്രം നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അപ്പോൾ ഇതാണ് എഫ് ഓഫ് സെഡ് കൊമ ടി. ടി എന്നുള്ള സമയത്ത് ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് സെഡ് കൊമ ടി ഇവിടെ കാണുകയാണെങ്കിൽ എഫ് ഓഫ് സെഡ് കൊമ 0 എന്നുള്ള അതേ ഷേപ്പിൽ തന്നെയാണ് എഫ് ഓഫ് സെഡ് കൊമ ടി നമ്മൾ വരച്ചിരിക്കുന്നത്. എഫ് ഓഫ് സെഡ് കൊമ 0 ഇങ്ങനെയാണുള്ളത്. എഫ് ഓഫ് സെഡ് കൊമ ടി എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ഷേപ്പ് ആണ്, ബട്ട് ദിസ് ഷേപ്പ് ഹാസ് ഷിഫ്റ്റഡ് വിത്ത് എ വെലോസിറ്റി വി. ഇനി ഇനീഷ്യലി ഡിസ്റ്റർബൻസിന്റെ ഷേപ്പ് ഇതാണ്. അത് വി എന്നുള്ള സ്പീഡിലാണ് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ടി എന്നുള്ള സമയം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് വി ടി ആയിരിക്കും. ഇറ്റ് വിൽ ഹാവ് ഷിഫ്റ്റഡ് എ ഡിസ്റ്റൻസ് വി ടി. ഓക്കെ, ഇനി ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടി എന്നുള്ള സമയത്ത് സ്ട്രിങ്ങിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഈ ഒരു പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക. ഈ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ വേവ് ഫോമിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പാടില്ലെങ്കിൽ ഇത് എന്താണിത്? ടി ഈക്വൽ ടു 0 എന്നുള്ള സമയത്തിൽ നിന്ന് വി ടി എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണിത്. വി ടി എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം ടി എന്നുള്ള സമയത്ത് ഈ ഡിസ്റ്റർബൻസസ് വി ടി എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വി ടി എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണ് ഈ പോയിന്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പോയിന്റിലെ ഡിസ്റ്റർബൻസ് എന്തായിരിക്കണം? വി ടി എന്നുള്ള ഡിസ്റ്റൻസ് ഇതിന്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് അത് തന്നെയായിരിക്കണം ഈ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ അല്ലെങ്കിൽ ഈ വേവ് ഫോം ചേഞ്ച് ചെയ്യുന്നു നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പോയിന്റ് സെഡ് അറ്റ് എ ടൈം ടി has to be the same as the displacement at a distance vt to the left. Okay, vt എന്നുള്ള ഡിസ്റ്റൻസ് പുറകില് ഇതിന്റെ സ്ട്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നോ അത് തന്നെയായിരിക്കണം ഈ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ we have a waveform that does not change shape, okay, and which travels at a constant speed v. Alright, അപ്പോൾ ഈ കണ്ടീഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: the waveform at the time t at a point z, or the displacement at a time t at a point z has to be equal to, this is the displacement at the time at a position z minus vt. z minus vt എന്നുള്ള പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിന് സെയിം ആയിരുന്നു. ഏത് സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ്? അറ്റ് എ ടൈം t equal to 0. അതായത് എഫ് ഓഫ് സെഡ് കൊമ ടി, z എന്നുള്ള പോയിന്റിൽ t എന്നുള്ള സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം? it has to be the same as the displacement at a point z minus vt at an earlier time t equal to 0. t equal to 0 എന്നുള്ള സമയത്ത് z minus vt എന്നുള്ള പോയിന്റിൽ എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് അത് തന്നെ ആയിരിക്കണം z, t എന്നുള്ള പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെയാണെങ്കിൽ if this condition is satisfied, then we have a waveform which does not change shape as it propagates and which travels at a constant speed v. Okay, I hope this is clear. This is very important. Alright, ഇനി f of z minus vt, 0 ഇത് 0 എന്നുള്ള സമയത്തുള്ള സ്നാപ്ഷോട്ട് ആണ്. ഈ ഫംഗ്ഷൻ നമുക്കറിയാം. ഈ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു f of z, 0 is equal to g of z എന്ന് പറഞ്ഞു. അതായത് സ്ട്രിങ്ങിന്റെ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് തരുന്ന ഒരു ഫംഗ്ഷൻ ആണിത്. Alright, ഈ ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. This has to be g of
this has to be g of z minus vt. Okay. So for a wave, we must have f of z comma t is equal to f of z minus vt at time 0, which was given as g of z minus vt. Okay. G of z minus vt, g of z എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? Right? ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ റൈറ്റ് ആ ടൈമിൽ സ്ട്രിങ്ങിന്റെ ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്ന ഫംഗ്ഷനാണ് g of z. Right? Now, this statement captures mathematically the essence of wave motion. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത രീതിയിലുള്ള ഒരു വേവ്, ട്രാവലിംഗ് വേവ് with a fixed shape, it can be described by a simple function like this, g of z minus vt. Right? അതായത് സ്പേസിന്റെയും ടൈമിന്റെയും ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ ആണ് ഈ ഫംഗ്ഷനിൽ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നത്. Right? It's not any arbitrary dependence on space and time. It depends on space and time in this particular combination, in the combination z minus vt. Alright, so this is very important. Right, so if we have some function like this f of z minus vt or f of x minus vt, then we know that we have a traveling wave, a wave propagating towards the right with a fixed shape. Alright, now you think about it, this is very important. Convince yourself that this is actually true. Alright, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ we wrote this f of z comma t, which gave us the displacement at each point on the string at a time t. Okay, now this could have depended on z and t in any way, നമുക്കറിയില്ല. Right? But we just imposed the condition that the disturbance is moving with a constant speed and the shape of the wave does not change. Right? ഈ രണ്ട് കണ്ടീഷൻ ഇമ്പോസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? The function depends on z and t only in the special combination z minus vt. Right? Now, if this is true, then we say that if any function that depends on z and t in the combination z minus vt, then we say that this function represents a wave of fixed shape traveling in the z direction at a speed v. Okay. Now, for example, so in the following, this a and b are all constants with some appropriate units. Okay. But we are looking only at the functional dependence on z and t. Right? You could have a function f1 of z comma t equal to a exponential minus bz minus vt square. Right? This is a wave. This represents a traveling wave. Right? അപ്പോൾ ഈ ഫംഗ്ഷൻ ആണ് ഈ വേവിന്റെ ഷേപ്പ് എന്താണെന്ന് പറഞ്ഞിരുന്നത്. But you see that the dependence on z and t comes in this very special combination. So this represents some sort of a wave traveling towards the right with the speed v. Okay, you could have a wave like this, a sine b z minus vt. This is also a wave. Right? You could have some more complicated functions like this. This also is a wave traveling towards the right with the speed v without changing its shape. Right? So all these are waves with different shapes. Okay? But if you have a function like this, a exponential minus b bz square plus vt, right? This is a different dependence. Z minus vt എന്നുള്ള ഫോമിലല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. This does not represent a wave of the type that we described. Okay, f of f5 is some other function which depends on z and t in this form. ഇതും നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഒരു വേവിനെയല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത്. This also does not describe a traveling wave with a constant speed and which does not change its shape. Okay, അപ്പോൾ ഈ രീതിയിൽ ഒരു വേവ് ഫോം കാണുകയാണെങ്കിൽ, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ അതൊരു വേവ് ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. Okay, so this is what you need to remember from our previous slides. If you have some function f of z minus vt or some other function g of x minus vt, etc., all these represent waves traveling with the speed v. Okay, now we ask the following question: why does a stretched string support wave motion? ഒരു സ്ട്രെച്ച് സ്ട്രിങ്ങിലുള്ള വേവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ടൈറ്റ് ആയിട്ട് ഒരു സൈഡിൽ കെട്ടി ടൈറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ്ങിൽ വേവ് മോഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എക്സാമ്പിൾ ആയിട്ട്. Okay, the question is, why does this happen? Why does a stretched string support wave motion? Right? Now we can see that this follows from Newton's second law. ന്യൂട്ടന്റെ രണ്ടാമത്തെ നിയമത്തിൽ നിന്ന് ഇത് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റൈറ്റ്? അതായത് നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ സ്ട്രിങ്ങിലുള്ള മെക്കാനിക്കൽ ആയിട്ടുള്ള വൈബ്രേഷൻസിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഉപയോഗിച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിയേണ്ടതാണ്. And indeed we'll see that Newton's second law
tells us that a stretched string will support wave motion. Okay, let's see how. So let's imagine a very long string under tension T. Okay, the tension T ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ ലോങ് സ്ട്രിങ്ങിൽ നമ്മൾ ഏതൊരു എലിമെന്റ് എടുക്കുകയാണെങ്കിലും there will be a tension acting on both direction. Right? T എന്നുള്ള same amount of tension രണ്ട് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. Right? Any element, if you take any element along the string, you will see that this is happening. Right? This is the property of a string tension. Okay. ഇനി ഇങ്ങനെയുള്ള ഒരു സ്ട്രിങ്ങിന്റെ ഒരു ചെറിയ എലിമെന്റ് എടുക്കുക. Right? Let's take a small element of this long string between the points z and z plus delta z. Okay, z plus delta z എന്നീ പോയിന്റ്സിന്റെ ഇടയിൽ ഉള്ള ഒരു ചെറിയ ലെങ്ത് എലിമെന്റ് എടുക്കുക. Alright? ഇനി ഇത്തരം സ്ട്രിങ്ങിലുള്ള ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ്. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വേവ് പ്രോപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്സ് എങ്കിൽ, സ്ട്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നമ്മൾ ഇതിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നാണ് പറയുക. So let's look at the transverse vibrations. Right? ഇനി ഇത്ര ഒരു സ്ട്രിങ് അതിന്റെ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഈക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആകുകയാണെങ്കിൽ there will be a net transverse force on the segment between z and z plus delta z. Transverse force മാത്രമല്ല, longitudinal force ഉണ്ടാവാം. Right? We are looking only at the transverse force. Right? ഈ എന്താണ് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്നത് സ്ട്രിങ് ടെൻഷനിൽ നിന്നാണ്. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിന് കാരണമാകുന്നത് സ്ട്രിങ് ടെൻഷനാണ്. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ് ഓൺ ദ സെഗ്മെന്റ് ബിറ്റ്വീൻ z ആൻഡ് z പ്ലസ് ഡെൽറ്റ z. ഓക്കെ, അതായത് ഫോഴ്സിന്റെ ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് എടുക്കണമെങ്കിൽ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് ഹിയർ. ഇപ്പൊ സ്ട്രിങ് ടെൻഷൻ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മൾ സ്ട്രിങ്ങിന്റെ ഏതൊരു സെഗ്മെന്റ് എടുത്താലും ഇങ്ങനെയായിരിക്കും ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് മാത്രം നമുക്ക് എടുത്താൽ മതി. റൈറ്റ്, അപ്പോൾ z എന്നുള്ള പോയിന്റിലുള്ള ട്രാൻസ്വേഴ്സ് കോമ്പണന്റ് എടുക്കാം. z എന്നുള്ള പോയിന്റിൽ ഈ t എന്ന് പറയുന്ന ടെൻഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനായിട്ട് ഉള്ള ആംഗിൾ തീറ്റ ആണെന്ന് എടുക്കാം. റൈറ്റ്, അതുപോലെ z പ്ലസ് ഡെൽറ്റ z എന്നുള്ള പോയിന്റിൽ ഈ ആംഗിൾ തീറ്റ പ്രൈം എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള ട്രാൻസ്വേഴ്സ് ഫോഴ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ട്രാൻസ്വേഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് ടി സൈൻ തീറ്റ ആയിരിക്കും. ട്രാൻസ്വേഴ്സ് ഫോഴ്സ് ടി സൈൻ തീറ്റ ആയിരിക്കും. റൈറ്റ്, ഈ പോയിന്റിലുള്ള ട്രാൻസ്വേഴ്സ് ഫോഴ്സോ ഇറ്റ് വിൽ ബി ടി സൈൻ തീറ്റ പ്രൈം. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നത്. ഈ പോയിന്റിലുള്ള ഫോഴ്സ് ടി സൈൻ തീറ്റ ആയിരിക്കും. ഇറ്റ്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഈ പോയിന്റിലാണെങ്കിൽ ടി സൈൻ തീറ്റ പ്രൈം ആൻഡ് ഇറ്റ്സ് ആക്ടിങ് അപ്വേർഡ്സ്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ്, ഈ സെഗ്മെന്റിലുള്ള നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് ടി സൈൻ തീറ്റ പ്രൈം വിച്ച് ഇസ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. സോ ഇറ്റ്സ് ടി സൈൻ തീറ്റ പ്രൈം മൈനസ് ടി സൈൻ തീറ്റ, കാരണം ദിസ് ഇസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Okay, so net transverse force can be written as delta F is equal to T sin theta prime minus T sin theta. Okay, so as we said, theta prime is the angle the string makes with the z direction at a point z plus delta z, and theta is the corresponding angle at the point z. Okay, അപ്പോൾ നമുക്ക് net transverse force നുള്ള expression കിട്ടി. Okay. So we have the net transverse force delta F, അതായത് ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ കാരണമുള്ള നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സ് ആണ് ഡെൽറ്റ എഫ് ഈക്വൽ ടു ടി സൈൻ തീറ്റ പ്രൈം മൈനസ് ടി സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ്ങിന്റെ ഡിസ്റ്റോർഷൻ വളരെ വലുതായിട്ടല്ല എടുക്കുന്നത്. ഈ ആംഗിൾസ് ആക്ച്വലി വളരെ ചെറുതാണ്. ഓക്കെ, ചിത്രത്തിൽ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് സ്മോൾ ആംഗിൾസ്. ഓക്കെ, സ്മോൾ ഡിസ്റ്റോർഷൻസ്. അങ്ങനെയാണെങ്കിൽ തീറ്റ പ്രൈം വളരെ ചെറുതാണെങ്കിൽ, റൈറ്റ്, ജനറലി ഇഫ് തീറ്റ ഇസ് വെരി സ്മോൾ വി ക്യാൻ റൈറ്റ് സൈൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ. റൈറ്റ്, തീറ്റ ചെറുതാകും തോറും ഈ അപ്രോക്സിമേഷൻ കൂടുതൽ ബെറ്റർ ആവും. റൈറ്റ്, ബിക്കോസ് വി നോ ദാറ്റ് ടാൻ തീറ്റ ഇസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആൻഡ് കോസ് തീറ്റ ഗോസ് ടു 1 വെൻ തീറ്റ ബിക്കംസ് വെരി സ്മോൾ. തീറ്റ വളരെ ചെറുതാകും തോറും കോസ് തീറ്റ 1ലേക്ക് അപ്രോച്ച് ചെയ്യും. Right, so in that limit we can say that sin theta is approximately equal to tan theta. Okay, so let's write this as, instead of sin theta prime we can write tan theta prime. Okay, and instead of sin theta we can write tan theta. അങ്ങനെയാണെങ്കിൽ delta f can be approximated as t multiplied by tan theta prime minus tan theta. Okay, ഇനി നമുക്ക് tan theta prime ഈ ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. Tan theta prime is this distance
divided by this distance. It's this distance divided by this distance. This distance എന്താണ്? This is a small variation in f. This is a small variation in f. This distance is a small variation in z. Alright? So it's actually a small variation in f divided by a small variation in z. Right? We can write this as partial derivative of f with respect to z. Okay? അല്ലെങ്കിൽ dou f dou z എന്ന് പറയും. Okay? This is the partial derivative of f with respect to z. ഇവിടെ നമ്മൾ partial derivative എടുക്കാൻ കാരണം f എന്നുള്ളത് generally ടൈമിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. It depends also on time. Okay? So we are talking only about the derivative with respect to space. അതുകൊണ്ടാണ് ഇവിടെ partial derivative എടുക്കുന്നത്. In time dependence ഇല്ലായിരുന്നെങ്കിൽ we could simply write as df by dz. Okay? A displacement in this direction divided by a displacement in this direction. Okay? Or the corresponding displacement in this direction. Okay? So we can write this as the tan theta prime in the exam can write it as partial derivative of f with respect to z at the point z plus delta z. Alright. Similarly, we can write tan theta as partial derivative with respect to f. Partial derivative of f with respect to z at the point z. Okay, but tan theta prime minus tan theta എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? Dou f dou z at z plus delta z minus dou f dou z at z. Okay. ഇനി dou f dou z at z plus delta z എന്നുള്ളതിനെ നമുക്ക് f prime dou f dou z എന്നുള്ളതിനെ f prime എന്ന് എഴുതാം. Right? ഇത് ജസ്റ്റ് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. We can write this as f prime. അപ്പോൾ ഇവിടെ നമുക്കുള്ള എക്സ്പ്രഷൻ this is f prime of z plus delta z minus f prime of z. Okay, remember ഇവിടെ prime കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് partial derivative of f with respect to z എന്നുള്ളതാണ്. Okay, partial derivative ആണ്. ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചു എന്ന് മാത്രം. Alright. നമുക്ക് ഇതിനെ delta z എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. Right? We can multiply and divide by delta z. So this can be written as t f prime of z plus delta z minus f prime of z divided by delta z multiplied by delta z. Alright. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ യൂഷ്വലി ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ. Alright. നമ്മൾ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് സംതിങ് ലൈക്ക് df by dx ഇത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക f of x plus delta x minus f of x divided by delta x in the limit delta x tends to 0. ഇതിനാണ് df by dx എന്ന് പറയുന്നത്. അതേ ഫോമിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ f ന് പകരം ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് f ഉണ്ടെന്ന് മാത്രം. We just have f prime. Right? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? This can be written as if we take delta z sufficiently small, this becomes t. Okay, we can write this partial derivative with respect to z of f prime. Okay, multiplied by ഇവിടെ delta z ഉണ്ട്. Okay, ഇനി f prime എന്താണ്? f prime itself was partial derivative of f with respect to z, so you can write this as t dou square f dou z square. Alright, കാരണം f prime എന്നുള്ളതിനെ നമുക്ക് dou f by dou z എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ this becomes t dou square f dou z square multiplied by delta z. Okay, what is this? This is the net transverse force acting on the string. Alright, string of length delta z. Right. So this is what we have. Net transverse force on the element of string is written as t dou square f by dou z square multiplied by delta z. ഇതാണ് net transverse force on the string element that we considered, string element of length delta z. Okay. ഇനി നമുക്ക് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഉപയോഗിക്കാം. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? F is equal to ma. Alright. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് we are talking about the transverse displacement of the string. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് is the transverse acceleration of the string. ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ f എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. റൈറ്റ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി ഡോ എഫ് ഡോ ടി. അങ്ങനെയുള്ള പാർഷ്യൽ ട്രാൻസ്വേഴ്സ് ആക്സിലറേഷൻ എന്തായിരിക്കും? ഇറ്റ് വുഡ് ബി ഡോ സ്ക്വയർ എഫ് ഡോ ടി സ്ക്വയർ. റൈറ്റ്. അപ്പോൾ a എന്നുള്ളതിന് പകരം വി ക്യാൻ റൈറ്റ് ഡോ സ്ക്വയർ എഫ് ഡോ ടി സ്ക്വയർ. നമ്മൾ നെറ്റ് ട്രാൻസ്വേഴ്സ് ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദിസ് വിൽ റൈറ്റ് as ഡെൽറ്റ എഫ്. ഇനി മാസ് എന്നുള്ളത് ഇതുപോലെയുള്ള കണ്ടിന്യൂസ് മീഡിയം വരുമ്പോൾ മൊത്തം മീഡിയത്തിന്റെ മാസ് പറയുന്നതിനേക്കാളും കൺവീനിയന്റ് ആണ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് പറയുന്നത്. റൈറ്റ്. കാരണം അല്ലെങ്കിൽ മീഡിയത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് കൂടുന്തോറും അതിന്റെ മാസ് കൂടിക്കൊണ്ടിരിക്കും. റൈറ്റ്. പക്ഷെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ദിസ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ മീഡിയം. സ്ട്രിങ്ങിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. ഒരു യൂണിറ്റ് ലെങ്ത് എടുത്താൽ അതിന്റെ മാസ് എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഈ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളത് നമുക്ക് മ്യൂ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എം ഡെൽറ്റ സെഡ് എന്നുള്ള ലെങ്ത് ഉള്ള എലിമെന്റിന്റെ മാസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡെൽറ്റ സെഡ് മൾട്ടിപ്ലൈഡ് ബൈ മ്യൂ.
Okay, mass per unit length multiplied by length. Okay, but delta z length ഉള്ള എലിമെന്റിന്റെ മാസ് എന്ന് പറയുന്നത് mu multiplied by delta z ആയിരിക്കും. So we can write m, instead of m we can write mu delta z. So we have got this expression for the net transverse force from Newton's second law. Alright, ഇവിടെ already നമുക്ക് net transverse force നുള്ള expression കിട്ടിയിട്ടുണ്ടായിരുന്നു. Right, so these two are equal. So this means that T dou square F dou Z square delta Z is equal to mu delta Z dou square F dou T square. Okay, ഇവിടെ രണ്ട് സൈഡിലും delta Z ഉണ്ട്. So this means that dou square F dou Z square is equal to mu divided by T dou square F dou T square. Okay, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. Alright, അതായത് നമ്മൾ കണ്ടത് സ്ട്രിങ്ങിലുള്ള ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ദിസ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് വിൽ ഒബേ ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇൻ അതർ വേർഡ്സ്, ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് on a stretched string are governed by this equation. These are governed by this particular equation. Alright, now ഇനി നമ്മൾ കാണാൻ പോകുന്നത് this is actually an equation governing wave motion. Wave motion ആയിട്ട് corresponding equation ആണ് with a velocity associated with mu by t. Alright, അപ്പോൾ mu by t എന്ന് പറയുന്നത് അതിന്റെ velocity ആയിട്ട് ബന്ധപ്പെട്ട ഒരു term ആണ്. Alright, ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ this will actually identify this as the equation describing wave motions. Alright, അത് നമ്മൾ അടുത്താണ് ചെയ്യാൻ പോകുന്നത്. Alright, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? We got an equation that describes or governs transverse displacements on a stretched string. Okay, ഇതിനെ നമുക്ക് കുറച്ചൊന്ന് മാറ്റി എഴുതാം. We'll write this as dou square f dou z square is equal to 1 divided by v square dou square f dou t square. Alright, അപ്പോൾ ഇവിടെ നമ്മൾ v എന്നുള്ളതിന് പകരം അല്ലെങ്കിൽ t by mu divided by t എന്നുള്ളതിന് പകരം 1 by v square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Okay, ഇവിടെ v എന്ന് പറയുന്നത് it represents the speed of wave propagation. നമ്മൾ ഇത് പ്രൂവ് ചെയ്തിട്ടില്ല, but we'll show this. Alright, so this mu by t can now be written as 1 divided by v square with v is equal to square root of t divided by mu. Alright, ഈ equation ഒരു പേരുണ്ട്. This is called a classical wave equation. This is called a classical wave equation. എന്തുകൊണ്ടാണ് ഇതിനെ classical wave equation എന്ന് വിളിക്കുന്നത്? കാരണം നമ്മൾ പറഞ്ഞു wave form ആണെങ്കിൽ the functional dependence is f of z minus vt or t of z minus vt. Right, ഈ functional dependence ഉള്ള ഏതൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും, right, അതായത് സ്പേസിലും ടൈമിലും ഈ രീതിയിലുള്ള ഫംഗ്ഷൻ ഡിപ്പെൻഡൻസ് ഉള്ള ഏതൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലും അത് ഒരു ട്രാവലിംഗ് വേവ് ഷേപ്പ് ചേഞ്ച് ചെയ്യാതെ v എന്നുള്ള സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന വേവിനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഫംഗ്ഷൻ മാറുന്നതനുസരിച്ച് ഡിഫറെന്റ് വേവ് ഷേപ്സ് നമുക്ക് കിട്ടും. റൈറ്റ്, പക്ഷെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ദിസ് റെപ്രസെന്റ്സ് a traveling wave with a speed v with a fixed shape. Alright, ഇനി ഇതിനെ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എന്ന് പറയാൻ കാരണം ഈ രീതിയിലുള്ള ഏത് ഫംഗ്ഷൻ നമ്മൾ എടുത്താലും, alright, ഈ രീതിയിലുള്ള ഏത് ഫംഗ്ഷൻ എടുത്താലും that will be a solution to this equation. അതായത് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ it will be of the form f of z minus vt. Alright, അതായത് ഈ ഫംഗ്ഷൻ, ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സൊല്യൂഷൻസ് വിൽ ഓൾവേസ് ബി ഓഫ് ദ ഫോം f of z minus vt. f of z minus vt എന്താണ്? f of z minus vt represents wave motion. That's the reason why we call this as a classical wave equation. Alright, ഇനി ഇതിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. will actually show that if we have f of z minus vt, any function f of z minus vt, it will actually obey this equation. It will actually obey this particular equation. Okay, in other words, the solution to this differential equation will be of the form f of z minus vt. Okay, now let's actually show that functions of the form f of z comma t is equal to g of z minus vt. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് എപ്പോഴും നമ്മൾ നേരത്തെ എഴുതിയ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എന്ന് വിളിച്ച വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇത് ഏത് ഫംഗ്ഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല, ഡിപ്പെൻഡൻസ് z മൈനസ് vt എന്നുള്ള ഫോമിലായിരിക്കും എന്ന് മാത്രമേ അസ്യൂം ചെയ്യുന്നുള്ളൂ. റൈറ്റ്, ഇങ്ങനെ ഡിപ്പെൻഡൻസ് വരികയാണെങ്കിൽ ഇതൊരു വേവ് മോഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വേവ് ഇക്വേഷൻ, നമ്മൾ നേരത്തെ എഴുതിയ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എന്ന് വിളിച്ച ഇക്വേഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ we will have to take derivative with respect to z and derivative with respect to t. Alright, അതുകൊണ്ട് നമുക്ക് കൺവീനിയൻസിന് വേണ്ടി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? We can write this as g of u.
where u is equal to z minus vt, where u is equal to z minus vt. Alright, ഇനി നമുക്ക് partial derivative of f with respect to z കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കരുതുക. Alright, പക്ഷെ g നമ്മൾ എഴുതിയിരിക്കുന്നത് u ന്റെ വേരിയബിൾ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് we'll find dg by du first, we'll find the derivative with respect to u and then multiply this with the derivative of u with respect to z. Alright, u എന്ന് പറയുന്നത് z ന്റെയും t യുടെയും ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിക്കണം. Right, usually I think this is called the chain rule. Okay, you can check, you might be familiar with this rule. അതായത് ഡോ എഫ് ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഫസ്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു യു. ജി എന്ന് പറയുന്ന യു എന്നുള്ള ഒറ്റ വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നോർമൽ ഡെറിവേറ്റീവ് എഴുതാം, ഡി ജി ബൈ ഡി യു. ഓക്കെ, ഇനി you also have to multiply this with the variation of u with respect to z, കാരണം നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടത് z നെ അപേക്ഷിച്ചാണ്. ഓക്കെ, ഇനി u എന്ന് പറയുന്നത് z ന്റെയും t യുടെയും ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എഴുതുന്നത്. സോ ഡോ എഫ് ബൈ ഡോ സെറ്റ് ക്യാൻ ബി റിട്ടൻ ആസ് ഡി ജി ഡി യു മൾട്ടിപ്ലൈഡ് ബൈ ഡോ യു ബൈ ഡോ സെറ്റ്. ഓക്കെ, ഇനി ഡോ യു ബൈ ഡോ സെറ്റ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു z എന്താണ്? ഡോ യു ബൈ ഡോ സെറ്റ്. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z എടുക്കുക എന്ന് പറഞ്ഞാൽ ടൈം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Okay, so this is simply 1. This is simply 1. So dou u dou z is actually 1. Right? അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? Dou f by dou z can be written as dg by du. Alright? അതുപോലെ dou f dou t കണ്ടുപിടിക്കും. Let's find the partial derivative of f with respect to time. Again we use the same rule. Okay? Dou f dou t is equal to, again it's dg by du, derivative with respect to u first, and then the partial derivative of u with respect to time. Partial derivative of u with respect to time. Okay, partial derivative of u with respect to time നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ u is z minus vt, so dou u dou t is actually minus v. Alright, but dou f dou t എടുക്കുകയാണെങ്കിൽ you get minus v dg by du. Okay, നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതേ രീതിയിൽ കണ്ടുപിടിക്കാം. We need to find dou square f by dou z square. Okay, അതിനെന്താ ചെയ്യേണ്ടത്? dou f by dou z നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ്സ് dg by du. Right, അപ്പോൾ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും വിത്ത് റെസ്പെക്ട് ടു z. ഓക്കെ, ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ റൂൾ സെയിം ആണ്. ദിസ് അഗൈൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് u. റൈറ്റ്, അപ്പോൾ ആദ്യം യു ടേക്ക് ദ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u, ദാറ്റ് വിൽ ബിക്കം d സ്ക്വയർ g by du സ്ക്വയർ, അതാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് the partial derivative of u with respect to z. So this is d square g by du square multiplied by dou u by dou z. Okay, again dou u by dou z was 1, so we get d square g by du square. Alright, ഇനി അതുപോലെ തന്നെ we need the second derivative with respect to time also. Dou square f by dou t square is equal to minus v, again the same rule. Alright, minus v dou by dou t of dg by du. Okay, കാരണം ഇവിടെ ഓൾറെഡി ഒരു മൈനസ് വി ഉണ്ട്. ഓക്കെ, അപ്പോൾ മൈനസ് വി പുറത്തെടുക്കുകയാണെങ്കിൽ you need the partial derivative of dg by du with respect to, you need the partial derivative of dg by du with respect to t. അതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. Alright, again we use the same rule. Okay, so this becomes minus v d square g by du square multiplied by dou u by dou t, and this is v square. Dou u by dou t നമ്മൾ minus v ആണ്, that minus v will multiply with this minus v and we get to v square. So this is v square d square g by du square. Okay, അപ്പോൾ നമ്മൾ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ എന്താണ്? ഇറ്റ്സ് ഡി സ്ക്വയർ ജി ബൈ ഡി യു സ്ക്വയർ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്താണ്? ഇറ്റ്സ് വി സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ഡി സ്ക്വയർ ജി ബൈ ഡി യു സ്ക്വയർ. നമ്മൾ നോക്കുകയാണെങ്കിൽ വി സി ദാറ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഇസ് ആക്ച്വലി 1 ബൈ വി സ്ക്വയർ. ഇവിടെ ഒരു വി സ്ക്വയർ എക്സ്ട്രാ ഉണ്ട് അല്ലേ? വി സ്ക്വയർ ഒഴിവാക്കിയത് രണ്ട് സെയിം ആണ്. സോ യു സി ദാറ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഇസ് ആക്ച്വലി 1 ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ z, sorry, dou square f by dou t square. Right, ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കുന്നത്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ എന്താണ്? ഡി സ്ക്വയർ ജി ബൈ ഡി യു സ്ക്വയർ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്താണ്? വി സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ ഡോ സ്ക്വയർ ജി ഡി സ്ക്വയർ ജി ബൈ ഡി യു സ്ക്വയർ. ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സി ദാറ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയറും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ വി സ്ക്വയർ എന്നുള്ള ഫാക്ടർ മാത്രമാണ്. വി സ്ക്വയർ എന്നുള്ള ഫാക്ടർ മാത്രമാണ്. Okay, so we can write dou square f by dou z square is equal to 1 by v square dou square f by dou t square. Okay, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ കണ്ടത്? ഇവിടെ ഫംഗ്ഷന്റെ ഫോം ഒന്നും നമ്മൾ അസ്യൂം ചെയ്തിട്ടില്ല. ഇറ്റ് കുഡ് ബി എനി ഫംഗ്ഷൻ. റൈറ്റ്, ഇറ്റ് കുഡ് ബി എനി ഫംഗ്ഷൻ. അതായത് ഈ രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് ജനറലി ഒബേ ചെയ്യുന്നൊരു
ഇക്വേഷൻ ആണ് ഇത്. ഇനി ഈ രീതിയിലുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ദീസ് ഫംഗ്ഷൻസ് റെപ്രസെന്റ് വേവ്സ്. ഓക്കെ, അപ്പോൾ ഈ വേവ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇത്തരം ഫംഗ്ഷൻസിനെ ഗവേൺ ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. Alright, that's why we call this as the wave equation. അപ്പോൾ ഇവിടെ വരുന്ന ഫാക്ടർ, right, ഇവിടെ വരുന്ന ഫാക്ടർ ശ്രദ്ധിക്കുക, it's 1 by v square. It's 1 divided by v square. Alright. So we can say that functions of the type g of z minus vt, which represent wave motion, satisfies the wave equation. നമ്മൾ നേരത്തെ എഴുതിയ wave equation സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Alright. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇക്വേഷൻ 2 എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ജനറൽ ഇക്വേഷൻ ദാറ്റ് ഗവേൺസ് വേവ് മോഷൻ. ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 2 എന്ന് പറയുന്നതാണ്, ഇറ്റ് വാസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ളതായിരുന്നു ഇക്വേഷൻ 1. റൈറ്റ്. അപ്പോൾ ഇത് ജി ഓഫ് സെഡ് മൈനസ് വി ടി എന്നുള്ള രീതിയിലുള്ള ഫംഗ്ഷൻസ് എല്ലാം ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയതുകൊണ്ടും ജി ഓഫ് സെഡ് മൈനസ് വി ടി എന്നുള്ള വേവ് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് എന്ത് പറയാൻ കഴിയും? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് വേവ് മോഷനെ ഗവേൺ ചെയ്യുന്ന ഒരു general equation ആണ് നമുക്ക് പറയാൻ കഴിയും. Right? This is a very important equation. You have to remember the form of this equation. Okay? അതായത് നമ്മൾ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ഇക്വേഷൻ കാണുകയാണെങ്കിൽ then we immediately know that there are some sorts of waves involved. Alright? Okay. അതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ഇതേ ഫോമിൽ തന്നെയായിരുന്നു. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. We had dou square f by dou z square is equal to mu by t dou square f by ടി സ്ക്വയർ, ഇങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. റൈറ്റ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 1 ബൈ വി സ്ക്വയറിന്റെ സ്ഥാനത്താണ് നമുക്ക് ഇവിടെ മ്യൂ ഡിവൈഡഡ് ബൈ ടി ഉള്ളത്. ഓക്കെ, ഇതും അങ്ങനെയാണെങ്കിൽ വേവ് മോഷൻ ആണ്. ഇഫ് ദ വേവ് വെലോസിറ്റി ഇസ് ഗിവൺ ബൈ 1 by v square is equal to mu by t or v is equal to square root of t divided by mu. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതിയ അതിനെയാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. ഇക്വേഷൻ ആയിരുന്നു ഇക്വേഷൻ 1. ദിസ് ഇസ് വൈ വി സേ ഇക്വേഷൻ 1 is a wave equation with square root of t divided by mu as the velocity. Alright. ഇനി g of z minus vt എന്നുള്ള ഫോമിലുള്ള ഫംഗ്ഷൻസ് മാത്രമല്ല ഇതിന്റെ സൊല്യൂഷൻസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ h of z plus vt, z minus vt എന്നുള്ള കോമ്പിനേഷൻ അല്ല, z plus vt എന്നുള്ള കോമ്പിനേഷനും ഇതിന്റെ സൊല്യൂഷൻ ആണ്. പക്ഷേ ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. വിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ കിട്ടും. സോ ദിസ് ഓൾസോ ഹാവ് ടു ബി ദ സൊല്യൂഷൻസ്. റൈറ്റ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവ്സിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ z പ്ലസ് vt എന്നുള്ള കോമ്പിനേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണെങ്കിൽ ദീസ് ആർ ലെഫ്റ്റ് മൂവിംഗ് വേവ്സ്. കാരണം ഇവിടെ v എന്നുള്ളതിന് മൈനസ് v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ ഫോം കിട്ടി. ഓക്കെ, സോ ഇറ്റ് കുഡ് ബി ഏതർ പ്ലസ് v ഓർ മൈനസ് v. 1 ഡയമെൻഷൻ ആണ് എടുക്കുന്നതെങ്കിൽ പ്ലസ് വിയോ മൈനസ് വിയോ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന വേവ്സും ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന വേവ്സും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ സൈനിന്റെ ഈ വെലോസിറ്റിയുടെ സൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് this also, such functions also will solve the wave equation. Such functions will also solve the wave equation. Okay. കാരണം if you look at the wave equation, it involves the square of v. അതായത് v to minus v എന്ന് ഇട്ടാലും wave equationന്റെ form change ചെയ്യുന്നില്ല. കാരണം അതിൽ square of v ആണുള്ളത്. Okay, so we have another class of solutions by simply changing the sign of the velocity, which are given as h of z plus vt. Okay. This of course represents the wave propagating in the negative z direction, and it is certainly reasonable that such solutions would be allowed. Okay, we physically expect right side waves left side waves physically allowed. Right? In a surprising factor, the most general solution to the wave equation is the sum of a wave to the right and a wave to the left. That g of z minus vt h of z plus vt wave equation solutions ആണെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ എടുത്താലും ഇതിന്റെ അഡീഷൻ എടുത്താലും ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്താലും this also would be a solution to the wave equation. Right? So without going any further, I ask you to check this. Okay, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതാണ്. g of z minus vt എന്ന് പറയുന്നത് വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. h of z plus vt വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഇത് തന്നിട്ടുണ്ട്. These are governed by the wave equation, or these obey the wave equation. അങ്ങനെയാണെങ്കിൽ you have to show that g of z minus vt plus h of z plus vt will also obey the wave equation. Right? It actually a differential equation or property ആണ്. It's a linear differential equation. It's a linear differential equation. A linear differential equation എടുക്കുകയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. The sum of any two solutions is itself a solution. Alright? പക്ഷേ ഇത് പഠിച്ചിട്ടുണ്ടാവേണ്ട ആവശ്യമില്ല. You can directly check this. If you have two solutions, you take the sum of these two solutions, that also will be a solution. Right? അതുകൊണ്ട്
ഏതൊരു സൊല്യൂഷനെയും ജനറൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷനെ നമുക്ക് ഈ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. റൈറ്റ്, എനിക്ക് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ച സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. Right? Anyway, you have to check this. Right? Convince yourself that this is also a solution. Right? In a wave equation, physics എല്ലായിടത്തും വരുന്നതാണ്. So this is very important. You remember the form of the wave equation. നിങ്ങൾ electrodynamics പഠിക്കുന്ന സമയത്തും നമുക്ക് കാണാം ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. Right? When you play around a little bit with an equation, you get a wave equation. You will get a wave equation. Right? അപ്പോൾ അവിടെ വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഒരു ടേം ഉണ്ടാവും. Right? ആ ടേം നമ്മൾ electromagnetic waves in velocity at and then you will see that these velocities are actually, or these speeds are actually equal to the speed of light, measured speed of light. But all these things you will see later on. Okay, but what you need is that when you see this equation, ഈ ഫോമിലുള്ള wave equation കാണുമ്പോൾ you have to recognize that we are talking about some sort of a wave. Okay, അതായത് if something is vibrating, then the oscillator equation is almost certainly responsible. ചെറിയ ആംപ്ലിറ്റ്യൂഡ്സ് എടുക്കുകയാണെങ്കിൽ, at least in the case of small amplitudes, you will see that the harmonic oscillator or the oscillator equation is responsible. Okay? അതേപോലെ തന്നെ if something is waving, അത് എവിടെ വേണമെങ്കിലും ആവാം, മെക്കാനിക്സിലോ അക്കോസ്റ്റിക്സിലോ ഒപ്റ്റിക്സിലോ ഇലക്ട്രോമാഗ്നറ്റിക്സിലോ ഓഷ്യനോഗ്രഫിയിലോ എവിടെ വേണമെങ്കിലും ആവാം, എന്തെങ്കിലും തരത്തിലുള്ള വേവ് മോഷൻ ഉണ്ടെങ്കിൽ then you will see that the wave equation is bound to be involved. Okay, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സിന്റെ കേസ് പഠിക്കുന്ന സമയത്ത്. Right, you'll see that Maxwell's equations, electromagnetic fields, Maxwell's equations and the set of equations obey ചെയ്യുന്നുണ്ട്. When you play around a little bit with these equations, you will see that you reach a wave equation. Okay, you can get a wave equation. This means that there has to be a wave associated with electromagnetic phenomena. And you know that these waves are called electromagnetic waves, and light is an example for an electromagnetic wave, etc. Okay, അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ വേവ് ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ that means that there are some sorts of waves involved. Okay, so with that we'll conclude our first session. Let me summarize what we said. ആദ്യം നമ്മൾ വേവിന്റെ ഡെഫിനേഷൻ കണ്ടു. നമ്മൾ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ആണ് എടുത്തത്. We talked about waves as disturbances that propagate in a continuous medium without changing shape and at a constant velocity. Okay, അപ്പോൾ waves എന്താണ്? These are disturbances in a medium. Right, നമ്മൾ എടുത്ത ഡെഫിനേഷനിൽ, സിമ്പിൾ ഡെഫിനേഷനിൽ, these disturbances do not change shape. No change in shape. Right, and they travel with a constant speed. These disturbances travel with a constant speed. Right, ഇത്തരം waves describe ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. Of course, waves are more general than this. We are just taking the simplest case. Okay, അപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്തത് these kinds of waves are described, right, are represented by functions of z and t which depend on z and t in this particular combination. Right, അതായത് സ്പേസിലും ടൈമിലും ഈ പെർട്ടിക്കുലർ കോമ്പിനേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഇത്തരം വേവ്സിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്തത് we found the wave equation governed by such functions. Okay, ആക്ച്വലി നമ്മൾ ആദ്യം ചെയ്തത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസാണ്. അവിടെ ന്യൂട്ടൺസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്താണ് കണ്ടത്? we saw that the transverse vibrations in a stretched string, the transverse vibrations in a stretched string, okay, or transverse displacements, let me write as transverse displacements in a stretched string. Right, these transverse displacements are governed by this equation. Dou square f by dou z square is equal to 1 by v square dou square f by dou t square. ഈ രീതിയിലുള്ള ഇക്വേഷൻസ് കൊണ്ടാണ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് ഗവേൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. റൈറ്റ്, ഇവിടെ 1 by v square എന്ന് പറയുന്നത് we just substituted v is equal to, right, actually we just substituted mu divided by t എന്നുള്ള ടേം ഉണ്ടായിരുന്നു. that we substituted as 1 by v square, where v is equal to square root of t divided by mu. t was the string tension. Alright, അപ്പോൾ ഈ രീതിയിലുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. ആൻഡ് വി ആക്ച്വലി സോ ദാറ്റ് അടുത്ത് നമ്മൾ ചെയ്ത് ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ചാണ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ഏത് തരത്തിലുള്ള ഇക്വേഷൻസ് ആണ് ഒബേ ചെയ്യാൻ നോക്കിയിട്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. ആൻഡ് വി സോ ദാറ്റ് these equations are always satisfied by the functions of the form f of z minus vt.
എഫ് ഓഫ് സെഡ് മൈനസ് വി ടി എന്നുള്ള തരത്തിലുള്ള ഫംഗ്ഷൻസ് ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ പെർട്ടിക്കുലർ ഫംഗ്ഷണൽ ഫോം അസ്യൂം ചെയ്തില്ല, ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും വി സോ ദാറ്റ് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. റൈറ്റ്. ഇനി ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് വേവ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ദിസ് ഇസ് ആൻ ഇക്വേഷൻ ദാറ്റ് ഗവേൺസ് വേവ് മോഷൻ. ദിസ് ഇസ് ആൻ ഇക്വേഷൻ ഗവേണിംഗ് വേവ് മോഷൻ. ഗവേണിംഗ് വേവ് മോഷൻ. റൈറ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ classical wave equation എന്ന് പറഞ്ഞു. And you have to remember this. This is very important in physics. The classical wave equation is very important in physics. Okay. All right. So with that, we'll conclude our first session. Thank you.